കൊല്ലം ശാസ്താംകോട്ടയിൽ അമിതമായി അയൺ ഗുളികകൾ കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം. 6 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യവകുപ്പിൽ നിന്ന് നൽകിയ ഗുളികകൾ കുട്ടികൾ മത്സരിച്ച് കഴിക്കുകയായിരുന്നു എന്ന് സംശയം. അതേസമയം സ്കൂളിനെതിരെ ആരോപണവുമായി രക്ഷിതാക്കൾ രംഗത്തെത്തി. ഗുളിക നൽകുന്ന കാര്യം രക്ഷിതാക്കളെയോ PTA അറിയിച്ചില്ലെന്ന് രക്ഷിതാക്കൾ കുറ്റപ്പെടുത്തുന്നു. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ഈ അയൺ ടാബ്ലറ്റ് കഴിക്കാനുള്ള സാഹചര്യം എന്താണ്? സ്കൂളിൽ ഇത് വിതരണം ചെയ്തതാണോ? ഇത് കുട്ടികളുടെ രക്ഷിതാക്കളെ അറിയിക്കാതെ കൊടുത്തത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് തന്നെയല്ലേ? തീർച്ചയായും അനിൽ, ഇന്നാണ് ഈ ശാസ്താംകോട്ട മിലാദെ ഷെരീഫ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഈ അയൺ ഗുളിക, അതായത് ആരോഗ്യ വകുപ്പ് നൽകിയതനുസരിച്ച് ഈ ഗുളിക നൽകിയത്. ഈ ഗുളിക കഴിച്ച 6 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. 4 പേരെ സ്വകാര്യ ആശുപത്രിയിലും 2 കുട്ടികളെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾ ഈ ഗുളികയുടെ രുചി കൊണ്ട് മത്സരിച്ച് കഴിച്ചു എന്നുള്ളതാണ് ലഭിച്ച വിവരം. എന്തായാലും രക്ഷകർത്താക്കളൊക്കെ PTA അംഗങ്ങളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ കുട്ടികളുടെ നില, അതായത് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ നിലവിലിപ്പോൾ ശാരീരിക അവസ്ഥ ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും നിലവിൽ കുട്ടികളുടെ നില ഗുരുതരമല്ല. പിന്നെ നാളെ ഒരു രക്തവും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് ഇനി ഇതിൻ്റെ അംശം കൂടുതലോ വല്ലതും ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളിത് മത്സരിച്ച് കഴിച്ചു എന്നാണോ? മത്സരിച്ച് കഴിച്ചെന്നാണ് ഞാനിപ്പോൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത്. കുട്ടികൾ പരസ്പരം ടേസ്റ്റ് കൊണ്ട് അവർ കൂടുതലങ്ങ് കഴിച്ചു പോയി എന്നാണ് പറഞ്ഞത്. വീട്ടുകാരെ, അതായത് രക്ഷകർത്താക്കളൊന്നും അറിയിക്കാതെ നമ്മൾ അറിഞ്ഞിട്ടില്ല, അറിയിച്ചിട്ടില്ല. അധ്യാപകർ രക്ഷകർത്താക്കളെ സ്കൂള് അധികൃതർ ഇതുവരെ അറിയിച്ചിട്ടില്ല ഇങ്ങനെ ഗുളിക കൊടുക്കുന്നു എന്നുള്ള കാര്യം. അങ്ങനെ ഒരു പോരായ്മ വന്നിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സാധാരണ വിരയുടെ ഗുളികയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അറിയിക്കാറുണ്ട്. ഇതുപോലെ വിരയുടെ ഗുളികയുണ്ട്, സ്കൂളിൽ നിന്ന് കൊടുക്കും എന്നൊക്കെ അറിയിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്കൊരു അറിയിപ്പ് കിട്ടിയില്ല. കുട്ടികൾക്ക് എത്ര എണ്ണം വെച്ച് കഴിക്കണമെന്ന് അറിയില്ല. ഒരെണ്ണമാണ് കഴിക്കാൻ. അത് എങ്ങനെ നമുക്ക് ഇതൊന്നും അവരുമായിട്ടൊന്നും സംസാരിക്കാൻ കിട്ടിയില്ല. ഞങ്ങൾ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നേരിട്ട് ഞങ്ങളങ്ങ് ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഞങ്ങൾ കണ്ടു ഒരു മോനിച്ചിരി ഇത് ബുദ്ധിമുട്ടായിരുന്നു. ഛർദ്ദിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഗുളിക എടുക്കുന്നതിനൊക്കെ. അപ്പോൾ പിന്നെ ഡോക്ടർ തന്നെ പറഞ്ഞു മോനെ ഇഞ്ഞ് റെഫർ ചെയ്യാം ഇങ്ങോട്ടത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത്. ഈ 6 കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായത്? 6 കുട്ടികൾക്കാണ് ഉണ്ടായത്. അതിൽ 4 പേര് ശാസ്താംകോട്ട ആസ്റ്റർ മെഡിസിറ്റിയിൽ, 2 പേര് ഇവിടത്തേക്ക്. താങ്കളുടെ മക്കളും ഉണ്ടല്ലേ? എൻ്റെ 2 മക്കളാണ്, ഇരട്ട കുട്ടികളാണ്. അവർക്ക് 2 പേർക്കും ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എത്ര ഗുളിക വെച്ചാണ് കഴിച്ചത്? അത് ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അയാൾ 15 ഗുളിക ഒരാൾ കഴിച്ചിട്ടുണ്ട്. 15 എണ്ണമാണുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് ഫുള്ള് കഴിച്ചു എന്ന് ചോദിച്ചപ്പം പറഞ്ഞാൽ അത് കഴിച്ച്. എന്തുകൊണ്ട് ഇത്രയും കഴിച്ചെന്ന് ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വിക്സ് ഗുളിക പോലെ ഇരുന്നയാ, അതുകൊണ്ട് കഴിച്ചതാണ് എന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂൾ അധികൃതരോട് സംസാരിച്ചോ? എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന്? ഞാൻ അവരുടെ അടുത്ത് ആദ്യം ഒന്ന് സംസാരിച്ചിരുന്നു. അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും അവർ പറഞ്ഞില്ല എന്നുള്ളതാണ്. അവരുടെ ഭാഗത്തൊരു പോരായ്മ പറ്റി എന്നുള്ളത് നമുക്ക് അതൊരു പോരായ്മയുണ്ട്. ആ ഒരു പോരായ്മ അറിയിപ്പ് തന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയുണ്ട്. ഇനി എന്തെങ്കിലും 8ാം ക്ലാസ്സിലെ കുട്ടികളാണ്, അപ്പോൾ അവർക്ക് സ്വാഭാവികമായും അറിയില്ലല്ലോ എന്താണ് അറിയത്തില്ല. നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. അത് എങ്ങനെ വേണമെന്ന് അറിയത്തില്ല. സ്കൂളിൽ അത് ഒരെണ്ണം കഴിക്കാൻ പറഞ്ഞെടുത്ത് ഇവർ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കഴിച്ചതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പറഞ്ഞായിരുന്നോ ഒരെണ്ണമാണ് കഴിക്കാൻ പറഞ്ഞത്? അത് പറഞ്ഞില്ല. ഒരെണ്ണമായിരിക്കും സാധാരണ, ദിവസം ഓരോന്ന് കഴിക്കാൻ പറഞ്ഞു എന്ന് ഒരു പേരൻ്റ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു. മക്കളടുത്ത് ഇപ്പോൾ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല, അവർ റിക്കവറായി വന്നിട്ടില്ല. കൊല്ലം ശാസ്താംകോട്ടയിൽ അമിതമായി അയൺ ഗുളികകൾ കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം. 6 കുട്ടികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യവകുപ്പിൽ നിന്ന് നൽകിയ ഗുളികകൾ കുട്ടികൾ മത്സരിച്ച് കഴിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഒരു കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞത് 15 ഗുളിക അയൺ ടാബ്ലറ്റ് ഒരു കുട്ടി കഴിച്ചു എന്നുള്ളതാണ്. സ്കൂളിനെതിരെ ഗുരുതര ആരോപണവുമായി രക്ഷിതാക്കൾ രംഗത്ത് എത്തി. മനോജാണ് കൊല്ലത്ത് നിന്ന് ഈ വാർത്ത വിശദമായി റിപ്പോർട്ട് ചെയ്തത്.